ഹലോ എവ്രി വൺ, വെൽക്കം ടു വിന്നേഴ്സ് ക്ലാസ് റൂം. ഞാൻ രമ്യ. വിന്നേഴ്സ് ക്ലാസ് റൂം എന്ന ചാനലിലെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ക്ലാസ് 9 മാത്സിൻ്റെ ചാപ്റ്റർ 9 സർക്കിൾ മെഷേഴ്സ്, ആ ചാപ്റ്ററിലെ എക്സർസൈസ് 1 ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. ഈ ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് വേറൊരു വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് മനസ്സിലാക്കിയിട്ട് ഈ എക്സർസൈസ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രൂവ് ദാറ്റ് ദ സർക്കംസെൻറ്റർ ഓഫ് ആൻ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ഈസ് സെയിം ആസ് ഇറ്റ്സ് സെൻട്രോയിഡ്. എന്തൊക്കെയോ പറഞ്ഞു അല്ലേ ഇതിനകത്ത്. നോക്കിയാൽ സർക്കംസെൻറ്റർ, എന്താണ് സർക്കംസെൻറ്റർ? അപ്പോൾ ഇതിനകത്തുള്ള ടേംസ് തന്നെ നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് അതിനകത്ത് പറഞ്ഞ ടേംസ്? സർക്കംസെൻറ്റർ ഉണ്ട്, ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുന്നുണ്ട്, അത് നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലോ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്താണെന്ന്. പിന്നെ സെൻട്രോയിഡ്. അപ്പോൾ സർക്കംസെൻറ്ററും സെൻട്രോയിഡും എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ആദ്യം നമുക്ക് ഇങ്ങനെ ആലോചിക്കാം. എൻ്റെ കയ്യിൽ ഒരു ട്രയാങ്കിൾ ഉണ്ടെന്ന് വിചാരിച്ചു. ജസ്റ്റ് ഏതോ ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഓക്കെ, ഈക്വിലാറ്ററൽ ആണെന്നൊന്നുമില്ല, ഏതോ ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഈ ട്രയാങ്കിളിൻ്റെ എല്ലാ വേർട്ടിസസിനെയും കണ്ടോ, എല്ലാ വേർട്ടിസസിനെയും കവർ ചെയ്ത് ഞാനൊരു സർക്കിൾ വരച്ചാൽ ഈ സർക്കിളിന് പറയുന്നതാണ് സർക്കം സർക്കിൾ. ഓക്കെ, പരിവൃത്തം എന്ന് മലയാളത്തിൽ പറയും, സർക്കം സർക്കിൾ. ഈ സർക്കം സർക്കിളിൻ്റെ സെൻറ്ററായിട്ട് വരുന്നയാൾ, അതാണ് സർക്കം സെൻറ്റർ, പരിവൃത്ത കേന്ദ്രം എന്നാണ് മലയാളത്തിൽ പറയാം. അപ്പോൾ സർക്കം സെൻറ്റർ എന്താണെന്ന് മനസ്സിലായില്ലേ? ഇനി ഈ സർക്കം സെൻറ്റർ നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുക എന്ന് വെച്ചാൽ, ദിസ് ഇസ് ദ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ദ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഓഫ് ഓൾ ദി സൈഡ്സ്. നമ്മൾ 10th സ്റ്റാൻഡേർഡ് എത്തുമ്പോൾ എന്തായാലും വരയ്ക്കും സർക്കം സർക്കിൾ. അതായത് ഒരു ട്രയാങ്കിൾ വരച്ചാൽ അതിൻ്റെ ഓരോ സൈഡ്സിൻ്റെയും പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ്, അതായത് ഈ ഒരു സൈഡിന് ഞാൻ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു. ഓക്കെ, അതുപോലെ ഈ ഒരു സൈഡിന് ഞാൻ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു. ഈ രണ്ട് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സും മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റ് ആയിരിക്കും സർക്കം സർക്കിളിൻ്റെ സെൻറ്റർ, അതായത് സർക്കം സെൻറ്റർ. അപ്പോൾ അതാണ് സർക്കം സെൻറ്റർ എന്ന് പറഞ്ഞാലുള്ള കൺസെപ്റ്റ്. ഇനി സെൻട്രോയിഡ് എന്താണെന്ന് നോക്കാം. പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് മീഡിയൻസ്, അതാണ് സെൻട്രോയിഡ് എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷൻ അങ്ങനെയാണ്, പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് medians. Now what is median? It is the line joining the vertex to the midpoint. അതായത് നോക്കിക്കേ, ഇവിടെ ഞാനൊരു ട്രയാങ്കിൾ വരയ്ക്കുകയാണ്. ഈ ട്രയാങ്കിളിൻ്റെ ഈ ഒരു വെർട്ടെക്സ് എടുത്തു. ഈ വെർട്ടെക്സിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആളാരാ? ഈ ഒരു സൈഡ് അല്ലേ? ഈ ഒരു സൈഡിൻ്റെ മിഡ് പോയിന്റ് എടുത്തു, നടുഭാഗം. എന്നിട്ട് ഇത് രണ്ടും കൂടി ഞാനിങ്ങനെ ജോയിൻ ചെയ്താൽ എനിക്കിപ്പോൾ കിട്ടിയ ഈ ഒരു ലൈനാണ് എന്ത്? മീഡിയൻ. ഇതുപോലെ നമുക്ക് എല്ലാ സൈഡ്സിനും വരയ്ക്കാമല്ലോ അല്ലേ? ഈ വെർട്ടെക്സിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്നതിൻ്റെ മിഡ് പോയിന്റുമായിട്ട് ഇങ്ങനെ വരച്ചു. ഓക്കെ, അതുപോലെ ഈ വെർട്ടെക്സിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡിൻ്റെ മിഡ് പോയിന്റുമായിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്തു. കണ്ടോ, ഇപ്പോൾ ഇവർ തമ്മിൽ ഒരു പോയിന്റിൽ, ഒരു സിംഗിൾ പോയിന്റിൽ മീറ്റ് ചെയ്യും. ഈ മീറ്റ് ചെയ്യുന്ന പോയിന്റിനാണ് സെൻട്രോയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ സർക്കം സെൻറ്ററും ഉണ്ടായിരുന്നു, സെൻട്രോയിഡും ഉണ്ടായിരുന്നു. ഇത് രണ്ടും എന്താണെന്ന് നമുക്ക് മനസ്സിലായല്ലോ. ഇനി ക്വസ്റ്റ്യൻ ഒന്നും കൂടി നോക്കാം. ദ സർക്കം സെൻറ്റർ ഓഫ് ആൻ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ. എന്താണ് അവിടെ പ്രശ്നം? അതൊരു ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ദാറ്റ് മീൻസ് ഓൾ സൈഡ്സ് ആർ ഈക്വൽ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളതൊരു ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇങ്ങനെ ഇവിടുന്ന് ഒരു പെർപെൻഡിക്കുലർ, ഒരു സൈഡിന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാമെന്ന് വിചാരിച്ചോ. ഞാനിപ്പോൾ ഈ താഴത്തെ സൈഡിന് ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചാൽ, ആദ്യം തന്നെ ബൈസെക്ടർ എന്ന് പറയുമ്പോൾ എന്താ? ഈ ലെങ്ത്തും ഈക്വൽ ആയിട്ട് അല്ലേ? ഇവിടുന്ന് ഇങ്ങോട്ടും ഈക്വൽ ആയിട്ടൊരു ലൈൻ ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ചാൽ ദിസ് ലൈൻ വിൽ പാസ് ത്രൂ ദ ഓപ്പോസിറ്റ് വെർട്ടെക്സ്. അത് ഈ ഈക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഒരു പ്രത്യേകതയാണ്. മനസ്സിലായോ? അപ്പോൾ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് വരച്ചാൽ അത് ഉറപ്പായിട്ടും ഓപ്പോസിറ്റ് വെർട്ടെക്സിലൂടെ മൂവ് ചെയ്യും. ദാറ്റ് മീൻസ് ദിസ് ഇസ് സെയിം ആസ് ദി മീഡിയൻ for an equilateral triangle. The perpendicular bisector means that is same as the median. മനസ്സിലായോ? അപ്പോൾ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണല്ലോ സർക്കം സെൻറ്റർ. ഓക്കെ, അപ്പോൾ സർക്കം സെൻറ്റർ എന്ന് പറയുന്നത് തന്നെയായിരിക്കും മീഡിയൻസ് മീറ്റ് ചെയ്യുന്ന പോയിന്റ്. മനസ്സിലായോ? അതായത് സെൻട്രോയിഡും സർക്കം സെൻറ്ററും സെയിം ആയിട്ട് വരും. ജസ്റ്റ് ബിക്കോസ് ഓഫ് ദിസ് ഫാക്ട്, നമ്മൾ ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഇങ്ങനെ വരച്ചാൽ ദാറ്റ് വിൽ പാസ് ത്രൂ ദി ഓപ്പോസിറ്റ് വെർട്ടെക്സ് ഫോർ ആൻ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ. ദാറ്റ് മീൻസ് ദ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഈസ് സെയിം ആസ് ദ മീഡിയൻ. അപ്പോൾ മീഡിയൻസ്
മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് സെൻട്രോയിഡ്. പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് സർക്കംസെൻറ്റർ. ഇത് രണ്ടും സെയിം ആണ് ഫോർ ആൻ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഇനി ഈ ക്വസ്റ്റ്യനിൽ 2 സെക്ഷനും കൂടി ഉണ്ട്, അതും കൂടി നമുക്ക് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ്റെ അടുത്ത പാർട്ട് ഇങ്ങനെയാണ്: കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് എ സൈഡ് ഓഫ് ആൻ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ വിത്ത് വേർട്ടിസസ് ഓൺ സർക്കിൾ ഓഫ് ഡയമീറ്റർ 1 cm. അപ്പോൾ എന്താണ് നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? സർക്കിൾ ഓഫ് ഡയമീറ്റർ 1 cm ഉണ്ട്. അപ്പോൾ ഞാനൊരു സർക്കിൾ വരയ്ക്കുകയാണ്. ഇതിൻ്റെ ഡയമീറ്റർ ആണ് 1 cm അല്ലേ? ഡയമീറ്റർ ആണ് 1 cm എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് സെൻറ്ററിലൂടെ ഒരു ലൈൻ ഇങ്ങനെ വരച്ചാൽ ഇതിൻ്റെ ലെങ്ത് ആണ് 1 cm. അങ്ങനെയാണെങ്കിൽ റേഡിയസ് എത്രയായിരിക്കും? റേഡിയസ് എന്ന് പറയുന്നത് ഡയമീറ്ററിൻ്റെ പകുതിയാണ് അല്ലേ? ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത് അല്ലേ റേഡിയസ്? ഈ ഒരു ലെങ്ത് ആണ് റേഡിയസ്. ഈ ടോട്ടൽ എന്ന് പറയുന്നതാണ് ഡയമീറ്റർ. ഓക്കെ, അപ്പോൾ ഡയമീറ്ററിൻ്റെ ഹാഫാണ് റേഡിയസ്. അപ്പോൾ റേഡിയസ് എന്ന് പറയുന്നത് 1/2 cm ആണ്. ഓക്കെ, ഇത് 1 ആണെങ്കിൽ 1ൻ്റെ പകുതി 1/2. അപ്പോൾ ഈ റേഡിയസ് കിട്ടി. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് എ സൈഡ് ഓഫ് ആൻ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ വിത്ത് വേർട്ടിസസ് ഓൺ ദിസ് സർക്കിൾ. അതായത് ഈ സർക്കിളിൽ വേർട്ടിസസ് ഉള്ള ഒരു ട്രയാങ്കിൾ ഉണ്ടെന്ന് വിചാരിച്ചു. ഓക്കെ, ഞാനപ്പോൾ ട്രയാങ്കിൾ വരയ്ക്കാം. ഈ ട്രയാങ്കിളിൽ ഇതിൻ്റെ ഒരു സൈഡാണ് കിട്ടേണ്ടത്. പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ് അല്ലേ? അപ്പോൾ ഇതിന് തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞില്ലേ, ഇതാ ഇങ്ങനെ മീഡിയൻ വരച്ചാൽ അതെല്ലാം സെൻറ്ററിലൂടെ പാസ് ചെയ്യും. മനസ്സിലായോ? ഇവിടുന്ന് ഇങ്ങനെ മീഡിയൻ വരയ്ക്കുകയാണ് ഞാൻ. അത് സെൻറ്ററിലൂടെ പാസ് ചെയ്യുകയും ചെയ്യും. വേറൊരു കാര്യം എന്താ, ഇത് 90 ഡിഗ്രി ആവുകയും ചെയ്യും. അങ്ങനെ പല പ്രത്യേകതകളുണ്ട് ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആകുമ്പം. ഈ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പറഞ്ഞതല്ലേ. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഇങ്ങനൊരു ലൈൻ ജോയിൻ ചെയ്യുകയാണ് സെൻറ്ററിലോട്ട്. ഓക്കെ, ഈ വെർട്ടെക്സിൽ നിന്ന് സെൻറ്ററിലോട്ട് ഒരു ലൈൻ ജോയിൻ ചെയ്തു. അപ്പോൾ ഇത് റേഡിയസ് ഓഫ് ദ സർക്കിൾ ആണല്ലേ, R. നമുക്ക് വേണ്ടത് എന്താണ്? ഈ ഒരു സൈഡാണ്. അപ്പോൾ ഞാൻ നെയിം ചെയ്യാമെന്ന് വിചാരിച്ചു. ABC എന്നാണ് ട്രയാങ്കിൾ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് AB-യുടെ ലെങ്ത് ആണ്. പക്ഷെ നമുക്ക് ആദ്യം തന്നെ AB-യുടെ ലെങ്ത് കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഇവിടുന്ന് ഇപ്പോൾ ഇത് ഞാൻ O എന്ന് പോയിന്റ് മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ AO ആദ്യം നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, AO ഈ സെൻറ്ററിന് ഞാൻ P എന്ന് കൊടുത്തു എന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ കയ്യിൽ ഒരു നോക്കിയേ, ഇവിടെ ഒരു എന്തുണ്ട്? ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കിട്ടിയിട്ടുണ്ട്. ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ മാത്രം ഇങ്ങോട്ടൊന്ന് വരയ്ക്കാം. AOP ആൻഡ് ദിസ് ഇസ് റേഡിയസ് അല്ലേ? റേഡിയസ് നമുക്ക് പറയാം 1/2 ആണെന്ന് അറിയാം. ഓക്കെ, ഇനി ഇവിടുത്തെ ആംഗിൾസിൻ്റെ പ്രത്യേകത എന്താ? ഇത് 90 ഡിഗ്രിയാണ്. ഓക്കെ, ഇത് എത്രയായിരിക്കും? അതാണ് പ്രശ്നം. ഇത് എത്രയായിരിക്കും? അതായത് ഇവിടെ നോക്കി, ഇതൊരു ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ അല്ലേ? ട്രയാങ്കിൾ ABC എന്ന് പറയുന്നത് ഒരു ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. അതുകൊണ്ട് ഓരോ ആംഗിളും 60 ഡിഗ്രി വെച്ചായിരിക്കും അല്ലേ? ഓരോ ആംഗിളും 60 ഡിഗ്രി വെച്ചായിരിക്കും. ഇനി ഇവിടെയും 60 ഡിഗ്രി ആണല്ലോ. ആംഗിൾ A എന്ന് പറയുന്നതും ടോട്ടൽ ആംഗിൾ, കൺഫ്യൂഷൻ വരാണ്ടിരിക്കാൻ കംപ്ലീറ്റ് എഴുതാം. CAB എന്ന് പറയുന്ന ആംഗിൾ എത്രയാണ്? 60 ഡിഗ്രി തന്നെയാണ്. പക്ഷേ അവിടെ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് പോയിരിക്കുകയാണ് അല്ലേ? നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞില്ലേ ഇതെന്തായിരിക്കും? ഇത് ജസ്റ്റ് ഹാഫായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് പോകുന്ന ലൈനായിരിക്കും. ബിക്കോസ് ഇറ്റ് ഈസ് ആൻ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ. അപ്പോൾ ഇത് 60 ഡിഗ്രി ആണ് ടോട്ടൽ. അപ്പോൾ ഈ ഒരു ട്രയാങ്കിളിൽ ഈ ഒരു പോർഷൻ എത്രയായിരിക്കും ആംഗിൾ? നോക്കിയേ, ടോട്ടൽ ആംഗിൾ 60 ആണെങ്കിൽ ഇത് എത്രയാണ്? അത് 60യുടെ ഹാഫാണ് അല്ലേ? 60യുടെ ഹാഫാണ് ഇവിടെ വരുന്നത്. ദാറ്റ് മീൻസ് ഇവിടെ ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രി ആണ്. ഓക്കെ, അപ്പോൾ ഒരു ആംഗിൾ 90, ഈ ഒരു ആംഗിൾ 30. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? 90 + 30 എത്രയാണ്? 120. 90 + 30 120. ടോട്ടൽ ഇൻറ്റേർണൽ ആംഗിൾ എന്ന് പറയുന്നത് 180 ആണ്. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 60 എന്ന് കിട്ടി. സോ ദിസ് ആംഗിൾ ഈസ് 60. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് 2 രീതിയിൽ ആൻസറിലോട്ട് എത്താം. നമുക്കിപ്പോൾ വേണ്ടത് എന്താണ്? AOയുടെ ലെങ്ത് ആണ്. AOയുടെ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. 2 രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ സൈൻ, കോസ് ആ ഫങ്ഷൻസ് യൂസ് ചെയ്യാം. അത് നമ്മൾ ആക്ച്വലി 10th പഠിക്കുകയുള്ളൂ. എന്നാൽ അത് യൂസ് ചെയ്ത് പഠിച്ചാൽ എളുപ്പമാണ്. അല്ലെങ്കിൽ റേഷ്യോ ഓഫ് സൈഡ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് 30 ഡിഗ്രി, ഇത് 60 ഡിഗ്രി, ഇത് 90 ഡിഗ്രി ആണെങ്കിൽ ഈ സൈഡ്സ് തമ്മിലുള്ള റേഷ്യോ എത്രയായിരിക്കും?
ഇവരുടെ റേഷ്യോ ഇവിടെ 1 ആണെങ്കിൽ ഇവിടെ √3, ഇവിടെ 2. ഓക്കെ, ഇത് നോക്കിക്കേ, 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ഉള്ള ആളാണ് വലുത് അല്ലേ. 1 √3 2 ആ ഓർഡറിലാണ് പോയേക്കുന്നത് കണ്ടോ. 2 ഈസ് ബിഗർ ദാൻ √3. ഓക്കെ, അതുകൊണ്ട് വലിയ സൈഡിന് 2 എന്ന് വന്നു, ഏറ്റവും ചെറിയ ആൾക്ക് 1 കൊടുത്തു, അതിൻ്റെ ഇടയിലുള്ള ആൾക്ക് √3 എന്നും കൊടുത്തു. അപ്പോൾ ഈ രീതിയിലായിരിക്കും റേഷ്യോ കിടക്കുന്നത്. ഇത് വെച്ച് വേണമെങ്കിൽ നമുക്കിത് ചെയ്യാം. ഓക്കെ, എനിവേസ് R എന്ന് പറയുന്നത് നമുക്ക് ഹാഫ് ആണെന്ന് അറിയാം അല്ലേ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും വെച്ച് ആദ്യം നമുക്ക് കണ്ടുപിടിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കോസ് വെച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, ഇവിടെ നോക്കിക്കേ, ഇവിടെ ഹാഫ് എന്ന് പറയുന്നിടത്ത് ഇവിടെ കിടക്കുന്ന ആളാരാ? 2 ആണ് അല്ലേ. ഇവിടെയോ ഇത് AO എന്ന് പറയുന്ന സൈഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആ പ്ലേസിൽ ഇവിടെ ആരാ കിടക്കുന്നത്? √3 ആണ്. അപ്പോൾ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അതായത് ഈ ഒരു ട്രയാങ്കിളിൽ ഇത് 1x ആണെങ്കിൽ ഇത് √3x ആയിരിക്കും, ഇത് 2x ആയിരിക്കും അല്ലേ. അതാണല്ലോ ഈ റേഷ്യോ എന്നുള്ള കൺസെപ്റ്റ്. സൈഡ്സ് തമ്മിലുള്ള റേഷ്യോ 1 √3 2 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ഇത് 1x ആണെങ്കിൽ ഇത് √3xഉം ഇത് 2xഉം ആയിരിക്കും. ഇവിടെ ഇപ്പം നമുക്ക് അറിയാവുന്ന സൈഡ് ഈ ഹൈപ്പോട്ടിനസ് ആണ് അല്ലേ. ഈ ഹൈപ്പോട്ടിനസ് എന്ന് പറയുന്നത് 2x ആണ്. 2x എന്ന് പറയുന്നത് എന്താണ്? ഹാഫ് ആണ്. ഓക്കെ, 2x എന്ന് പറയുന്നത് ഹാഫ് ആണ്. അങ്ങനെയാണെങ്കിൽ x എന്തായിരിക്കും? x എന്ന് പറയുന്നത് കിട്ടണമെങ്കിൽ ഈ 2നെ ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകണം അല്ലേ. 2 ഇവിടെ മൾട്ടിപ്ലൈഡ് ബൈ എന്ന് കിടക്കുന്നയാൾ അങ്ങോട്ട് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ എന്നാവും. അപ്പോൾ 1/2 ഓൾറെഡി ഇവിടെ ഉണ്ട്, അതിൻ്റെ കൂടെ ഈ 2ഉം കൂടി എങ്ങോട്ട് പോകും? ഡിനോമിനേറ്ററിലോട്ട് പോകും. മനസ്സിലായോ? ഇവിടെ ന്യൂമറേറ്ററിൽ കിടക്കുന്ന ആൾ അങ്ങോട്ട് പോകുമ്പോൾ ഡിനോമിനേറ്ററിലോട്ട് പോയി. സോ x എന്ന് പറയുന്നത് 1/4 ആണ്. ഇനി നമുക്ക് കിട്ടേണ്ടത് ആരാണ്? AO അല്ലേ. AO എത്രയാണെന്നാണ് കിട്ടേണ്ടത്. AOയുടെ പ്ലേസിൽ ഇവിടെ ആരാ കിടക്കുന്നത്? √3x ആണ്. അപ്പോൾ AOയുടെ ലെങ്ത് √3x ആൻഡ് x എന്ന് പറയുന്നത് എത്രയാണ്? 1/4 ആണ്. സോ √3 × 1/4 ദാറ്റ് ഈസ് √3/4 ആണ് AOയുടെ ലെങ്ത് വരുന്നത്. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എ സൈഡ് എന്നാണ്. അതായത് ABയുടെ ലെങ്ത് ആണ് നമുക്ക് കിട്ടേണ്ടത്. AB എന്ന് പറയുന്നത് 2 times AO ആണ് അല്ലേ. AOയുടെ ഇരട്ടിയാണ് AB. അതുകൊണ്ട് 2 times AO എന്ന് എഴുതാം. 2 × √3/4. ഓക്കെ, ഇവിടെ 2 ഉണ്ട്, ഇവിടെ 4 ഉണ്ട്, കട്ട് ചെയ്യാലോ. ഇവിടെ 2 എന്ന് വരും അല്ലേ. സോ ദ ആൻസർ ഈസ് √3/2. ഓക്കെ, ഇനി തന്നിരിക്കുന്നത് എത്രയിലാണ്? സെൻറ്റിമീറ്ററിലാണ്. സോ ആൻസറും സെൻറ്റിമീറ്ററിലാണ്. അപ്പോൾ ഇതാണ് സൈഡ് ഓഫ് ദിസ് ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ. അങ്ങനെ നമുക്ക് ABയുടെ ലെങ്ത് കിട്ടി, സൈഡ് കിട്ടി കേട്ടോ. പക്ഷേ നമുക്ക് 10th സ്റ്റാൻഡേർഡിലെ ആ മെത്തേഡും കൂടി ഒന്ന് പ്രയോഗിച്ച് നോക്കാം. അതായത് ന്യൂ നമ്പേഴ്സ് എന്നുള്ള നമ്മുടെ ചാപ്റ്ററിൽ 9th സ്റ്റാൻഡേർഡിൻ്റെ ന്യൂ നമ്പേഴ്സ് എന്ന് പറഞ്ഞ മാത്സിൻ്റെ ചാപ്റ്ററിൽ ഈ ഒരു കൺസെപ്റ്റ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഇത് 10th നമ്മൾ എന്തായാലും പഠിക്കണം. അപ്പോൾ 0 ഡിഗ്രി, 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി, ഇതാണ് ബേസിക് ആയിട്ട് നമ്മൾ പഠിക്കുന്ന ആംഗിൾസ്. അതിൻ്റെ സൈൻ, കോസ്, ടാൻ ഫംഗ്ഷൻസ് ഒക്കെ എങ്ങനെയാണ് വാല്യൂസ് വരുന്നതെന്നുള്ളത്. ഇത് പഠിക്കാനുള്ള ഒരു എളുപ്പം ഇവിടെ 0, 1/2, 1/√2, √3/2, 1 ഇതായിരിക്കും വാല്യൂസ്. ഇനി അടുത്ത ലൈൻ ജസ്റ്റ് ഇതിൻ്റെ റിവേഴ്സ് ചെയ്ത് എഴുതുക. നോക്കിക്കേ, ഇവിടെ 1 വരും, √3/2 ഇവിടെ വരും, 1/√2 ഇവിടെ വരും, ഇവിടെ 1/2, പിന്നെ 0. കണ്ടോ? നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിലോട്ട് സൈനും കോസും മാത്രം നോക്കിയാൽ മതി. ആക്ച്വലി കോസ് മാത്രം മതി. എന്നാൽ ഈ വാല്യൂസ് എങ്ങനെയാണ് വരുന്നതെന്ന് ഞാൻ ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. ഇനി ഇങ്ങോട്ട് നോക്കിക്കേ, കോസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സൈൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിനസ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിനസ്. കോസ് എന്ന് പറയുമ്പോൾ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിനസ്. ഓക്കെ, ഇവിടെ നോക്കിയേ, 30 ഡിഗ്രീനെ ചേർന്ന് നിൽക്കുന്ന സൈഡാണ് AO. നമുക്കിപ്പോൾ വേണ്ടത് AO ആണല്ലോ. ചേർന്ന് നിൽക്കുന്നയാളെന്ന് പറയുമ്പോൾ അഡ്ജസൻറ്റ് സൈഡ്. ഓക്കെ, അപ്പോൾ അഡ്ജസൻറ്റ് സൈഡുള്ള ഫംഗ്ഷൻ ഞാൻ എടുത്തു. പിന്നെ ഹൈപ്പോട്ടിനസ് എനിക്കറിയാം 1/2 സെൻറ്റിമീറ്റർ ആണെന്ന് അറിയാം. അതുകൊണ്ട് അഡ്ജസൻറ്റ് സൈഡ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഫംഗ്ഷൻ കോസ് ഫംഗ്ഷനാണ്. അപ്പോൾ ഞാൻ കോസ് എടുക്കുകയാണ്. ഇവിടുത്തെ ആംഗിൾ എത്രയാണ്? 30. കോസ് 30 ഡിഗ്രി എന്ന് പറയുന്നത് adjacent side of 30 degree, that is AO, by hypotenuse 1/2. ഓക്കെ, now cos 30 എത്രയാണെന്നുള്ളത് ഇവിടെ വന്ന് നോക്കണം. ഈ ചാർട്ട് നമ്മൾ എന്തായാലും പഠിക്കണം. അപ്പോൾ ഇവിടെ √3/2 ആണ്. √3/2 is equal to AO by 1/2 എന്നായി.
ഓക്കെ, നൗ വാട്ട് ഈസ് എ ഒ? എ ഒ അറിയണം എന്നുണ്ടെങ്കിൽ ഈ 1/2 ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുപോകണം. ഓക്കെ, 1/2 ഇവിടെ ഡിനോമിനേറ്ററിലാണ്, അത് അങ്ങോട്ട് പോകുമ്പോൾ എങ്ങോട്ട് വരും? ന്യൂമറേറ്ററിലോട്ട് പോകും. അപ്പോൾ √3 × 1/2/2. ഓക്കെ, ഈ 1/2 ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി 2 ആരുടെ കൂടെയാണ് കിടക്കുന്നത്? ഇവിടെയാണ് കിടക്കുന്നത്. 1 ന്യൂമറേറ്ററിലും ഈ 2 ഡിനോമിനേറ്ററിലുമാണ് കിടക്കുന്നത്. സോ √3/2 × 2 ദാറ്റ് ഈസ് √3/4 എന്ന് തന്നെ കിട്ടി. കണ്ടോ, ഇതിന് മുമ്പ് നമുക്ക് ഇങ്ങനെ തന്നെയാണ് കിട്ടിയത്. സോ വാട്ട് ഈസ് എ ബി? എ ബി ഈസ് ട്വൈസ് എ ഒ, 2 ടൈംസ് എ ഒ. ഇവിടെ എ ഒ എന്താ കിട്ടിയത്? 2 × √3/4 അല്ലേ? ഇവിടെ കട്ട് ചെയ്യുന്നു 2, കണ്ടോ, √3/2 എന്ന് തന്നെ ആൻസർ കിട്ടി. അപ്പോൾ ഈ രണ്ട് രീതിയിലും നമുക്ക് ഏതാണോ കുട്ടികൾക്ക് ഈസി ആ രീതിയിൽ ചെയ്യാം. അപ്പോൾ നമുക്ക് എ ബിയുടെ ലെങ്ത് കിട്ടി. ഇനി ഇതോടെ ഈ ക്വസ്റ്റ്യൻ തീർന്നിട്ടില്ല, ഒരു ചെറിയ പോർഷൻ കൂടി ബാക്കിയുണ്ട്. കാൽക്കുലേറ്റ് ദ പെരിമീറ്റർ ഓഫ് സച്ച് എ ട്രയാങ്കിൾ. ഈ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, എന്ത് ഷേപ്പ് ആണെങ്കിലും പെരിമീറ്റർ എന്ന് ഉദ്ദേശിക്കുന്നതിൻ്റെ ചുറ്റും ഒരു പ്രാവശ്യം ഇങ്ങനെ നടന്നാൽ എന്തോരം നടക്കും അങ്ങനെ വിചാരിക്കാമല്ലോ. അതായത് ഈ ലെങ്ത്തുകളുടെ എല്ലാം സം ആണ് പെരിമീറ്റർ. ഇത് ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ദാറ്റ് മീൻസ് എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. എല്ലാ സൈഡ്സിൻ്റെ ലെങ്ത് ഈ √3/2 ആണ്. ഓക്കെ, അപ്പോൾ എത്ര സൈഡ്സ് ഉണ്ട്? 3 സൈഡ്സ് ഉണ്ട്. അപ്പോൾ പെരിമീറ്റർ എന്ന് പറയുന്നത് 3 ടൈംസ് എ സൈഡ് ആയിരിക്കും അല്ലേ? 3AB ശരിയാണല്ലോ, കാരണം 3 സൈഡുണ്ട്, 3 സൈഡും ഈക്വൽ ആണ്. സോ 3 ടൈംസ് ദാറ്റ് സൈഡ്. 3 × ABയുടെ വാല്യൂ എന്താ? √3/2. ഇത്രയും സെൻറ്റിമീറ്റർ ആയിരിക്കും പെരിമീറ്റർ. ഇത് 3√3 എന്ന് എഴുതിയാൽ മതി. 3√3/2 സെൻറ്റിമീറ്റർ. ദാറ്റ് ഈസ് ദ പെരിമീറ്റർ ഓഫ് സച്ച് എ ട്രയാങ്കിൾ. ഇനി ഇതാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദ പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ വിത്ത് വേർട്ടിസസ് ഓൺ എ സർക്കിൾ ഓഫ് ഡയമീറ്റർ 1 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മുടെ കയ്യിൽ ആരൊക്കെയാണ് ഉള്ളത്? ഒരു സ്ക്വയറും ഉണ്ട്, ഒരു സർക്കിളും ഉണ്ട് അല്ലേ? ഈ സർക്കിളിലാണ് ഈ സ്ക്വയറിൻ്റെ വേർട്ടിസസ് എല്ലാം ഉള്ളത്. ഓക്കെ, റഫായിട്ടൊരു സർക്കിൾ വരച്ചു. ഈ സർക്കിളിൽ ഇങ്ങനെ വേർട്ടിസസ് ആയിട്ട് ഒരു സ്ക്വയർ കിടപ്പുണ്ട്. ഓക്കെ, ഇനി പറഞ്ഞിരിക്കുന്നത് എന്താ? ഈ സർക്കിളിൻ്റെ ഡയമീറ്റർ, ഓക്കെ, സെയിം സർക്കിളാണെന്ന് വിചാരിച്ചോ. ഈ സർക്കിളിൻ്റെ ഡയമീറ്റർ എത്രയാണെന്ന് പറഞ്ഞു? 1 സെൻറ്റിമീറ്റർ ആണ് ഡയമീറ്റർ. സോ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ട് എത്രയായിരിക്കും? 1ൻ്റെ പകുതി, ഹാഫ്. ഓക്കെ, അപ്പോൾ റേഡിയസ് ഓഫ് ദ സർക്കിൾ ഹാഫ് ആണെന്ന് മനസ്സിലായി. R is equal to 1/2 സെൻറ്റിമീറ്റർ ബിക്കോസ് ഡയമീറ്റർ ഈസ് 1 സെൻറ്റിമീറ്റർ. ഇത്രയും മനസ്സിലായി. ഇനി സ്ക്വയറിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? സ്ക്വയറിൻ്റെ ഡയഗണൽസ് എന്താണ്? ദേ ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആൻഡ് ബൈസെക്ടേഴ്സ്. ഓക്കെ, ഞാനിപ്പോൾ ഇത് റഫായിട്ട് വരച്ചൊരു സ്ക്വയറും സർക്കിളും ഒക്കെ ആയതുകൊണ്ടാണ്. ഇപ്പോൾ ശരിക്കൊരു സർക്കിളിനകത്തൊരു സ്ക്വയർ നിൽക്കുകയാണെങ്കിൽ ഈ ഡയഗണൽസ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ, 90 ഡിഗ്രി ആയിരിക്കും. ഇനി വേറൊരു പ്രത്യേകതയുണ്ട്, ഈ ഡയഗണൽസ് മീറ്റ് ചെയ്യുന്നത് സെൻറ്റർ ഓഫ് ദ സർക്കിളിലായിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് ഫിഗർ എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഇവർ മീറ്റ് ചെയ്യുന്നത് സെൻറ്റർ ഓഫ് ദ സർക്കിളായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഡയഗണലിൻ്റെ പകുതി, വേറെ തരത്തിൽ പറഞ്ഞാൽ ഈ ഡയഗണൽ എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ തന്നെയാണ്. ഓക്കെ, ഡയഗണൽ എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ തന്നെയാണ്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ മാത്രം ഇങ്ങോട്ട് എടുക്കാം. ഈ ഒരു പോർഷൻ എത്രയാണ്? 90 ഡിഗ്രി ആണ്. നെയിമിങ്ങും കൂടി ചെയ്യാം എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ABC, സി എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് ദ സർക്കിൾ ആണ്. ഈ സി എന്ന് പറയുന്ന പോയിന്റിലുള്ളത് 90 ഡിഗ്രിയാണ്. അപ്പം നമ്മുടെ കയ്യിൽ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് ഇരിക്കുന്നത്. ഓക്കെ, റൈറ്റ് ആംഗിൾ അറ്റ് സി. സി ഈസ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ. ഇനി ഈ സെൻറ്ററിൽ നിന്ന് സർക്കിളിലേക്കുള്ള ഡിസ്റ്റൻസ് അല്ലേ, സി ബി എന്ന് പറയുന്നത് എന്താണ്? റേഡിയസ് ഓഫ് ദ സർക്കിൾ ആണ്. ശ്രദ്ധിച്ചു നോക്കിയേ, CB എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദ സർക്കിൾ ആണ്. അതുപോലെ AC എന്ന് പറയുന്നതോ, AC ഈസ് ഓൾസോ റേഡിയസ് ഓഫ് ദി സർക്കിൾ. ഓക്കെ, അപ്പോൾ ഇത് എയും ഇത് ബിയും, CBയും ACയും എന്താണ്? റേഡിയസ് ഓഫ് ദ സർക്കിൾ ആണ്. അതായത് ഹാഫ് ആണ് അല്ലേ, ഹാഫ് സെൻറ്റിമീറ്റർ ആണെന്ന് നമുക്കറിയാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് AB ആണ് അല്ലേ. കാൽക്കുലേറ്റ് ദ പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ. പെരിമീറ്റർ കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് വേണം? സൈഡ് ഓഫ് ദ സ്ക്വയർ കിട്ടണം. ഇവിടെ AB ആണ് സൈഡ് ഓഫ് ദ സ്ക്വയർ. ഞാൻ അതിന് A എന്ന് നെയിം ചെയ്യാണ്. ഓക്കെ, സ്മോൾ ലെറ്റർ A.
ഇനി ഇവിടെ നമുക്ക് പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. കാരണം ഇത് 90 ഡിഗ്രി ആയിട്ടുള്ള ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് ഈ കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് എന്താണ്? എ സ്ക്വയർ ഈസ് ഈക്വൽ ടു പെർപെൻഡിക്കുലർ സൈഡ്സ് ആൻഡ് സ്ക്വയറിൻ്റെ സം എടുക്കണം. പെർപെൻഡിക്കുലർ സൈഡ്സ് എന്ന് പറയുന്നത് ആർ. അപ്പോൾ ആർ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ. ഓക്കെ, 2r² എന്ന് പറയുമ്പോൾ 2r². ഇനി ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാഫ് ആണ് അല്ലേ? അപ്പോൾ ഹാഫ് സ്ക്വയർ. ഇതെങ്ങനെ എടുക്കും? 2 ഇൻറ്റു ഹാഫ് ഇൻറ്റു ഹാഫ്, റൈറ്റ്? കണ്ടോ, ഇങ്ങനെ വന്നു. ഇതിൽ 2 കട്ടായി പോവുമല്ലോ. ബാക്കി ആരാ ഉള്ളത്? ഒരു ഹാഫ് ഉണ്ട്. എന്താണ് ആക്ച്വലി നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്? a². സോ a² എന്ന് പറയുന്നത് എനിക്ക് ഹാഫ് ആണെന്ന് കിട്ടി. ഓക്കെ, ദെൻ വാട്ട് ഈസ് a? സ്ക്വയർ റൂട്ട് ഓഫ് 1/2. ദാറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് 1 ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 2. സ്ക്വയർ റൂട്ട് ഓഫ് 1 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്, കാരണം 1 ഇൻറ്റു 1 1 ആണ്. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 1 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. അതുകൊണ്ട് അവിടെ വലിയ കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. ഈ സ്ക്വയർ റൂട്ട് ഓഫ് 2 അതുപോലെ തന്നെ എഴുതുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? വൺ സൈഡ് ഓഫ് ദ സ്ക്വയർ എന്ന് പറയുന്നത് 1/√2 സെൻറ്റിമീറ്റർ ആണെന്ന് കിട്ടി. നൗ വാട്ട് ഈസ് ദ പെരിമീറ്റർ? പെരിമീറ്റർ ആണ് ചോദിച്ചിരിക്കുന്നത്. പെരിമീറ്റർ ഈസ് 4 ടൈംസ് ദിസ് സൈഡ് അല്ലേ? പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ചുറ്റും നടക്കുമ്പോൾ എത്ര ദൂരം നടക്കണം? 4 പ്രാവശ്യം ഈ സൈഡിൽ കൂടെ നടക്കുക. ഒരേ സൈഡാണല്ലോ, എല്ലാ സൈഡിൻ്റെയും ലെങ്ത് ഒന്നാണല്ലോ. അപ്പം 4 ഇൻറ്റു എ ഈസ് 1/√2. സോ 4 ഇൻറ്റു 1/√2. ഇനി നമുക്ക് സെൻറ്റിമീറ്റർ ഒന്നുകിൽ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം, അല്ലെങ്കിൽ കുറച്ചും കൂടി മോഡിഫൈ ചെയ്യാം നമുക്ക് ഈ ആൻസറിനെ. എങ്ങനെയാണെന്ന് വെച്ചാൽ 4 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 2 ആണല്ലോ അല്ലേ? ഇൻറ്റു 1/√2. ഇനി 2 എന്ന് പറഞ്ഞാൽ എന്താ? ഒരു 2 അവിടെ തന്നെ ഇരിക്കട്ടെ. ഈ 2നെ ഞാൻ √2 ഇൻറ്റു √2 ആക്കുകയാണ്. കാരണം എൻ്റെ കയ്യിൽ ഡിനോമിനേറ്ററിലൊരു √2 ഉണ്ട്, അത് കട്ട് ചെയ്ത് കളയുമെന്ന് നോക്കാനാണ്. √2 ഇൻറ്റു √2 2 ആണ്. ഓക്കെ, അങ്ങനെ എഴുതി. എന്നിട്ട് 1/√2. കണ്ടോ, 2 ഇങ്ങനെ എഴുതി. 2 എന്നുള്ളതിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് √2 ഇൻറ്റു √2 ആക്കി 1/√2 ഇങ്ങോട്ട് എഴുതി. കണ്ടോ, ഈ √2 രണ്ടും പോയി. ബാക്കി ആരാ ഉള്ളത്? 2√2. അങ്ങനെയും നമുക്ക് ആൻസർ എഴുതാം. 2√2 സെൻറ്റിമീറ്റർ. ഓക്കെ, ഈ 2 ആൻസേഴ്സും കറക്റ്റാണ്. ഒന്നുകിൽ 4/√2 എന്ന് എഴുതാം, കൺഫ്യൂഷൻ ഉള്ളവർക്ക് അവിടെ വെച്ച് നിർത്താൻ കുഴപ്പമില്ല. അല്ലെങ്കിൽ 2√2 സെൻറ്റിമീറ്റർ. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ വീഡിയോയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അതുപോലെ എക്സർസൈസിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദ പെരിമീറ്റർ ഓഫ് എ റെഗുലർ ഹെക്സഗൺ വിത്ത് വേർട്ടിസസ് ഓൺ എ സർക്കിൾ ഓഫ് ഡയമീറ്റർ 1 സെൻറ്റിമീറ്റർ. ഇവിടെ നമ്മുടെ കയ്യിലുള്ളത് ഒരു സർക്കിളുണ്ട്, ഡയമീറ്റർ 1 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ഡയമീറ്റർ 1 സെൻറ്റിമീറ്റർ മീൻസ് റേഡിയസ് ഈസ് 1/2 അല്ല? ഇതിന് മുമ്പുള്ള ക്വസ്റ്റ്യനിലൊക്കെ നമ്മൾ ചെയ്തല്ലോ. ഓക്കെ, ഇതിൻ്റെ അകത്ത് ആരാ ഉള്ളത്? ഒരു റെഗുലർ ഹെക്സഗൺ ഉണ്ട്. ഹെക്സ് എന്ന് പറഞ്ഞാൽ 6 എന്നാണ്. അപ്പോൾ 6 സൈഡ്സ് ഉള്ള ഒരു പോളിഗൺ ഉണ്ട്. ഇവിടെ ഒരു വര വരച്ചു, ഇവിടെ ഒരു വര വരച്ചു. ഇനി ഏകദേശം മിഡ് പോയിൻ്റ് ഇവിടെ എടുത്തു. ഇങ്ങനെയാണ് ഈ ഹെക്സഗൺ ഇരിക്കുന്നത്. ഓക്കെ, ഈ ഹെക്സഗണിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് സെൻറ്റർ ആണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ വരച്ചാൽ ഇതെല്ലാം ഇതിലൂടെയാണ് പോകുന്നത്. നോക്കിക്കേ, എല്ലാം പോകുന്നത് സെൻറ്റർ ഓഫ് ദി സർക്കിളിലൂടെ ആയിരിക്കും. അങ്ങനെ ഒരു പ്രത്യേകത ഈ ഹെക്സഗണിനുണ്ട്. ഓക്കെ, റെഗുലർ ഹെക്സഗൺ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഇവിടെ കണ്ടോ 6 ട്രയാങ്കിൾസ് കിടപ്പുണ്ട് ഇവിടെ അല്ലേ? ഈ ഓരോ ട്രയാങ്കിൾസും ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയിരിക്കും. അതായത് ട്രയാങ്കിളുടെ 3 സൈഡ്സും ഈക്വലായിട്ട്. അപ്പോൾ ഈസി ആണല്ലോ പരിപാടി. നോക്കിക്കേ, ഇത് റേഡിയസ് അല്ലേ? അപ്പോൾ ഇത് O, സെൻറ്റർ ഓഫ് ദ സർക്കിൾ. ഇത് A, ഇത് B ആണെന്ന് വിചാരിച്ചു. OA എന്ന് പറയുന്നത് തന്നെയല്ലേ OB, റേഡിയസ് ഓഫ് ദ സർക്കിൾ. ദാറ്റ് ഈസ് 1/2 സെൻറ്റിമീറ്റർ. ആൻഡ് ഇതെന്താണ്? ഒരു ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഓക്കെ, ദാറ്റ് മീൻസ് AB ഈസ് ഓൾസോ 1/2 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ ഒരു സൈഡ് കിട്ടി ഹെക്സഗണിൻ്റെ. അപ്പോൾ ഹെക്സഗൺ എന്ന് പറയുമ്പോൾ 6 സൈഡ്സ്. അപ്പോൾ പെരിമീറ്റർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? പെരിമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? എത്ര പ്രാവശ്യം നടക്കണം ഈ സൈഡിൽ കൂടെ? ഒരേ സൈഡിൽ കൂടെ നമ്മൾ എത്ര പ്രാവശ്യം നടക്കുന്നത്? ഇങ്ങനെ 6 പ്രാവശ്യം നടക്കും. സോ 6 ടൈംസ് AB.
എ ബിയുടെ ലെങ്ത് തന്നെയാണ് ഇവിടെ എല്ലാം കിടക്കുന്നത്, അതുകൊണ്ടാണ് 6 ടൈംസ് എ ബി, ദാറ്റ് ഈസ് 6 ഇൻറ്റു എ ബിയുടെ വാല്യൂ 1/2. ഇത്രയും സെൻറ്റിമീറ്ററാണ് പെരിമീറ്റർ വരുന്നത്. ഇവിടെ 2 ഉണ്ട്, ഇവിടെ 6 ഉണ്ട്, കട്ട് ചെയ്യാലോ അല്ലേ? 3 ടൈംസ് 3 ഇൻറ്റു 2 ആണ് 6. സോ പെരിമീറ്റർ ഈസ് 3 സെൻറ്റിമീറ്റർ. ഓക്കെ, കുട്ടികൾക്ക് നന്നായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.